ആരും കണ്ടാൽ കഴിച്ചു പോകുന്ന ഒരു മാങ്ങ അച്ചാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു അച്ചാർ മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായി. അതിനായി ഒരു 1.25 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് മാങ്ങ ചെനച്ചത് കൂടിയാണ്. ഇങ്ങനെ ഒരു ചെനപ്പരുവത്തിലുള്ള മാങ്ങ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് അത് ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് വറുത്ത് വന്നിട്ടുണ്ട്. അത് പൊടിച്ച് വയ്ക്കണം. അതിനുശേഷം മറ്റൊരു പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 100 ഗ്രാം വെളുത്തുള്ളിയും 100 ഗ്രാം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് അതൊന്ന് ഇളക്കി അതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. തീ സിമ്മിൽ വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ മാങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചതിൽ നിന്ന് 1/4 കപ്പ് അളവിൽ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് 1/2 കപ്പ് അളവിൽ വിനാഗിരി കൂടി ചേർക്കാം. അത് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും കൂടി ചേർക്കാം. ഇത് അച്ചാറിന് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ശർക്കര ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര കൂടെ ചേർക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കാം. അതും ഒന്ന് ഇളക്കി നല്ലതുപോലെ വെള്ളം പറ്റി വരണം. നമ്മുടെ ഗ്രേവി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മാങ്ങായും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. തീ ഓഫ് ചെയ്യണം. നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അധികം വെന്ത് പോകണ്ട, അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. മധുരവും ഉപ്പും പുളിയും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.